ഹായ് സുഹൃത്തുക്കളെ, നമുക്ക് ഒരു 10-16 വെറൈറ്റി ഡ്രാഗണുകളുണ്ട്. ഇത് ഒരാൾക്ക് അയച്ചു കൊടുക്കാനാണ്. മിസ്റ്റർ വൂ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ഇത് നാച്ചുറൽ മിസ്റ്റിക് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് ഇസ്രായേൽ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയാണ്. ഞാൻ ഇങ്ങനെ ഒരു ബോക്സിൽ ഇതാക്കിയിട്ട് ഇത് കണ്ടില്ലേ, മുറിവുള്ള മുറിപ്പാടിൽ സാഫ് പുരട്ടിയിട്ടുണ്ട്. ശരിക്ക് ഡ്രാഗൺ നടുമ്പോൾ ഈ പച്ച ഭാഗം ചീഞ്ഞു പോയാലും ഈ അറ്റത്ത് കണ്ട ഇതുണ്ടല്ലോ, ഇതാണ് ശരിക്കും ഇതിൻ്റെ തണ്ട്. ഇത് ഇലയുടെ ഉപയോഗമാണ്. ഈ കാറ്റ്കസ് വർഗത്തിൽപ്പെട്ട കള്ളിച്ചെടി വർഗത്തിൽപ്പെട്ട ഈ ചെടികൾക്ക് ഈ പച്ച തണ്ട് ആയിട്ട് നമുക്ക് തോന്നുന്നത് ഇത് ഇസ്രായേൽ യെല്ലോ ആണ് കേട്ടോ. ഈ തണ്ട് ഇലയുടെ ദൗത്യമാണ് ഉള്ളത്. ശരിക്കും തണ്ടെന്ന് പറയുന്നത് ഇതാണ്. ഈ ഭാഗം ചീഞ്ഞു പോയാൽ ഇത് രക്ഷപ്പെടും. അപ്പോൾ ഞാൻ മുറിപ്പാടിൽ സാഫ് പുരട്ടിയിട്ട് അയച്ചു കൊടുക്കുകയാണ്. ഇത് പാലക്കാട് ഒരാൾക്കുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ നിങ്ങളൊന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ 94 95 55 17 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. അപ്പോൾ വേണ്ടവർ 94 95 55 13 37 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. ഇത് ഉമ്മിയാണ് കേട്ടോ. ഞാനിത് ഇതിൽ നിന്ന് ഇറക്കിയാണ്. ഇറക്കണത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാങ്ങുന്ന ആൾക്ക് മണ്ണിൽ നടുമ്പോൾ നല്ല ഡ്രെയിനേജ് വേണം ഈ ഡ്രാഗണിന്. കാരണം വെള്ളം കൂടുതലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചീഞ്ഞു പോവും. അപ്പോൾ നല്ല ഡ്രെയിനേജ് കിട്ടാൻ ഒന്നുകിൽ നമുക്ക് പെർലൈറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഉമി ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പുഴമണൽ ഉപയോഗിക്കാം. പുഴമണൽ നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. സാൻഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പണിയാണ്, റിസ്ക്കാണ്. അപ്പോൾ പുഴമണൽ കിട്ടാനും ഇല്ല. പിന്നെ ഉള്ളത് പെർലൈറ്റാണ്. പെർലൈറ്റിന് കാശ് കൊടുക്കണം. ഇതും ഞാൻ കിലോ 10 രൂപ വെച്ചിട്ട് ഉമി മേടിച്ചതാണ്. അപ്പോൾ വാങ്ങുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഈ ഉമി ശേഖരിക്കാനായിട്ടുള്ള ഒരു സൗകര്യം ഇല്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ നമ്മുടെ കയ്യിലുള്ള ഉമി കുറച്ച് ഈ പാക്കിൽ അയച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ ഈ ഉമി ഉപയോഗിച്ച് അവർക്ക് പോട്ടി മിക്സർ റെഡിയാക്കാം. ഇതേ കണ്ടോ, ഉമി നിറഞ്ഞു. പോട്ടി മിക്സർ റെഡിയാക്കാം. അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഉമിയും കൂടെ ആക്കുന്നത്. മാത്രമല്ല, ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഡ്രാഗണിൻ്റെ തണ്ടുകൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉമി നിറച്ചിട്ട് ഇങ്ങനെ ഈ മുറിവ് ഞാൻ ഇപ്പം ഉണ്ടാക്കിയതാണ്. കാരണം മറ്റേ മുറിവ് താഴത്തെ സൂചിമന പോലെ കുറിപ്പിച്ചത് ഇന്നലെ വെട്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചതാണ്. ഈ ഭാഗം ഇപ്പോൾ ഈ പെട്ടിയുടെ അളവിന് ഞാൻ മുറിച്ചതാണ്. ആ മുറിപ്പാടിൽ പശ അതിൻ്റെ വെള്ളം ഉണങ്ങുന്നതിന് മുമ്പേ ഞാൻ സാഫ് തേച്ച്, പോരാത്തതിന് ഈ ഉമിയും ഇതിൻ്റെ ഉള്ളിൽ അടിച്ച് കയറ്റി ഇടുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് വാങ്ങുന്ന സമയത്ത് എന്തായിരിക്കും, എടുക്കുന്ന സമയത്ത് ഇത് ഫംഗസ് അടിക്കുകയോ ഉമിയിൽ നിൽക്കുന്നതുകൊണ്ട് എന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതെന്തായാലും ഒരു ടെസ്റ്റ് ഡ്രൈവാണ്. ഇത് അവരോട് അൺബോക്സിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ അയക്കാൻ പറയാം. ഇതെന്തായാലും ഇതിൻ്റെ ഉള്ളിലിരുന്ന് ഇത് പുഴുങ്ങിപ്പോവോ എന്നും അറിയില്ല. എന്തായാലും കേടാവുകയാണെങ്കിൽ നമുക്ക് ഇയാൾക്ക് വേറെ അയച്ചു കൊടുക്കും. കാരണം നമ്മളിങ്ങനെ ഒരു പാക്കിങ് പതിവില്ല, അതാണ്. ഉമി നിറച്ചിട്ട്. അപ്പോൾ ഉമി നിറച്ചിട്ട് അയച്ചാൽ എങ്ങനെയായിരിക്കും എന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേണ്ടവർ അറിയിക്കുക. എന്തായാലും അയാളൊരു അൺബോക്സിങ് ചെയ്യുന്ന വീഡിയോ ഇട്ട് തന്നാൽ ഞാൻ അതും കൂടെ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇതാണ് പാക്കിങ്. ഇവിടെ ഒരു കാർഡ്ബോർഡ് ചട്ടയും കൂടെ വെച്ചിട്ട് ഇത് പാക്ക് ചെയ്യണം. അടച്ചിട്ട് വേണം അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേണ്ടവർ വിളിച്ചാൽ മതി. ഏതൊക്കെ ഇനം ഉണ്ടെന്നൊക്കെയും വിശദമായിട്ട് പിന്നെ വീഡിയോ ചെയ്യാം. നമുക്ക് പുറന്തൊലി ചുവപ്പ് വരുന്നതും പുറന്തൊലി മഞ്ഞ വരുന്നതും ഓറഞ്ച് വരുന്നതൊക്കെ ഉണ്ട്. ഉള്ള് വെള്ളയും ചുവപ്പുള്ളതൊക്കെ ഉണ്ട്. അപ്പോൾ വേണ്ടവർ വിളിച്ചാൽ മതി. പിന്നെ നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെയുണ്ട്. ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ അതിലൊന്ന് കയറി പ്ലേലിസ്റ്റിലെ ബാക്കി വീഡിയോകളൊന്ന് കണ്ടോളൂ.